Hello everyone, welcome to Kids Area Online. Class 2 Integration Day 1 exam ആണ് നാളെ. പഠിക്കാവോ? റെഡി ആണോ? ഓക്കേ, ലെറ്റ്സ് ഗോ. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. പഠിക്കാവോ? റെഡിയാണോ? ഓക്കേ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മണിയൻ സൈക്കിൾ കണ്ട പട്ടണ കാഴ്ച ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. മണിയൻ സൈക്കിൾ കണ്ടതുപോലെ പട്ടണ കാഴ്ചകൾ കണ്ട മീനു അന്ന് എഴുതാനുള്ള ഡയറി തയ്യാറാക്കുക. ഡയറി എഴുതാനാണ്. പട്ടണ കാഴ്ചകൾ കണ്ട ഡയറി എങ്ങനെ എഴുതാം? എൻ്റെ ഡയറി. ഡയറി എന്ന് എൻ്റെ ഡയറി എന്ന് ഹെഡിങ് നിർബന്ധമല്ല, കൊടുത്താലും കുഴപ്പമില്ല. വലതുവശത്ത് എന്ത് ചെയ്യണം? തീയതി എഴുതണം. തീയതിയും ദിവസവും എഴുതാനായിട്ട് ഓർമ്മിക്കുക. ഇനി പട്ടണത്തിലെ കാഴ്ചകൾ എങ്ങനെ എഴുതാം? ഇന്ന് ഞാൻ കണ്ട പട്ടണത്തിലെ കാഴ്ചകൾ ഒന്നുപോലും മറക്കാൻ കഴിയില്ല. മണിയൻ സൈക്കിൾ കണ്ടതുപോലെ അത്ഭുതങ്ങളുടെ ഒരു ലോകമായിരുന്നു പട്ടണം. ആകാശത്തോളം ഉയരമുള്ള വലിയ കെട്ടിടങ്ങൾ, റോഡുകളിൽ വണ്ടികളുടെ നീണ്ട നിര, ഇതെല്ലാം എന്നെ അതിശയപ്പെടുത്തി. ഇപ്പോൾ 2 കാര്യങ്ങളിലൂടെ പറഞ്ഞു. മണിയൻ സൈക്കിൾ കണ്ടതുപോലെ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് പട്ടണം. ആകാശത്തോളം ഉയരമുള്ള വലിയ കെട്ടിടങ്ങളുണ്ട്, റോഡുകളിൽ വണ്ടികളുടെ നീണ്ട നിരയുണ്ട്, ഇതെല്ലാം എന്നെ അതിശയപ്പെടുത്തി. വലിയ ബസ്സുകളും കാറുകളും ചീറിപ്പായുകയാണ്. അതിനിടയിലാണ് ആ വലിയ ട്രാഫിക് സിഗ്നലുകൾ ഞാൻ കണ്ടത്. ചുവപ്പ് കത്തുമ്പോൾ എല്ലാവരും ഒരേപോലെ നിശ്ചലമാകുന്നതും പച്ച തെളിയുമ്പോൾ വീണ്ടും പാഞ്ഞു പോകുന്നതും കാണാൻ എന്ത് രസമാണ്. അപ്പോൾ വലിയ ബസ്സുകളും കാറുകളൊക്കെ ചീറിപ്പായുകയാണ്. അതിനിടയിൽ വലിയ ട്രാഫിക് സിഗ്നൽ കണ്ടു. ചുവപ്പ് വെളിച്ചം തെളിയുമ്പോൾ എല്ലാവരും നിശ്ചലമാകും, എല്ലാവരും നിൽക്കും. പച്ച തെളിയുമ്പോൾ വീണ്ടും പാഞ്ഞു പോകുന്നതും കാണാൻ എന്ത് രസമാണ്. റോഡിന് കുറുകെ നടക്കാൻ ആളുകൾ സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. റോഡിന് കുറുകെ, റോഡിന് മറുവശത്ത് പോകാൻ ആളുകൾ സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം പോകുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. വണ്ടികൾ അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുന്നു. കൂടാതെ റോഡിന് മുകളിലൂടെ വലിയ പാലങ്ങളുണ്ട്, ഫ്ലൈ ഓവറുകൾ. താഴെയും മുകളിലുമായി വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഷോപ്പിംഗ് മാളുകൾ, വലിയ സ്ക്രീനുകളിൽ തെളിയുന്ന പരസ്യങ്ങൾ, എല്ലാം എനിക്ക് പുതിയ അറിവുകളായിരുന്നു. പട്ടണത്തിലെ മനോഹരമായ പാർക്കുകളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പട്ടണത്തിലെ തിരക്കും ആളുകളുടെ ഓട്ടവും കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പട്ടണം ഒരിക്കലും ഉറങ്ങുന്നില്ല. ഇന്നത്തെ ഈ യാത്ര എൻ്റെ മനസ്സ് നിറച്ചു. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഏതുവരെ പഠിച്ചായിരുന്നു? ചുവപ്പ് വെളിച്ചവും പച്ച വെളിച്ചവും. ചുവപ്പ് വെളിച്ചം പോകുമ്പോൾ എല്ലാവരും നിശ്ചലമാകും. പച്ച വെളിച്ചം വരുമ്പോൾ എല്ലാവരും ചീറിപ്പാഞ്ഞു പോകും, അല്ലെ? വേഗത്തിൽ പാഞ്ഞു പോകും. ഇനി റോഡിന് കുറുകെ നടക്കാൻ ആളുകൾ എന്താ ഉപയോഗിക്കുന്നത്? സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം പോകുന്നു.
വണ്ടികൾ അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. ഇനി റോഡിന് മുകളിൽ എന്തുണ്ട്? വലിയ പാലങ്ങളുണ്ട്, ഫ്ലൈ ഓവറുകളുണ്ട്. അപ്പോൾ താഴെ മുകളിലുമായി വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പട്ടണത്തിൽ വലിയ ഷോപ്പിംഗ് മാളുകളുണ്ട്, വലിയ സ്ക്രീനുകളിൽ തെളിയുന്ന പരസ്യമുണ്ട്. ഇതെല്ലാം പുതിയ അറിവായിരുന്നു. പട്ടണത്തിലെ മനോഹരമായ പാർക്കുകളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പട്ടണത്തിലെ തിരക്കും ആളുകളുടെ ഓട്ടവും കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പട്ടണം ഒരിക്കലും ഉറങ്ങുന്നില്ല. ഇന്നത്തെ ഈ യാത്ര എൻ്റെ മനസ്സ് നിറച്ചു. അപ്പോൾ ഡയറി എഴുതാൻ മനസ്സിലായോ? യെസ്. ഇനി പുക അല്ലെങ്കിൽ ഇന്ധനം ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ഏതൊക്കെയാ പുകയും ഇന്ധനവും ഇല്ലാത്ത വാഹനങ്ങൾ? കപ്പൽ? നോ. സൈക്കിൾ? യെസ്. തീവണ്ടി? നോ. കാളവണ്ടി? ഇന്ധനം വേണ്ട. കാറിന് ഇന്ധനം വേണം. ബസ്സിന് ഇന്ധനം വേണം. വഞ്ചിക്ക് ഇന്ധനം വേണ്ട. ഓട്ടോറിക്ഷയ്ക്ക് ഇന്ധനം വേണം. കുതിരവണ്ടിക്ക് ഇന്ധനം വേണ്ട. ഓക്കെ, അപ്പൊ ഇന്ധനമില്ലാതെ ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? പെട്രോൾ, ഡീസൽ, ഇതാണ് ഇന്ധനങ്ങൾ കേട്ടോ. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ. സൈക്കിൾ, കാളവണ്ടി, വഞ്ചി, കുതിരവണ്ടി, ഇതാണ് ഇന്ധനമില്ലാതെ ഓടുന്ന വാഹനങ്ങൾ. ഇന്ധനമില്ലാതെ ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? സൈക്കിൾ, കാളവണ്ടി, വഞ്ചി, കുതിരവണ്ടി. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എഴുതൂ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് കേട്ടോ. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിന് പുറത്തേക്ക് തലയോ കയ്യോ ഇടരുത്. വാഹനത്തിന് പുറത്തേക്ക് തലയോ കയ്യോ ഇടരുത്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിന് പുറത്തേക്ക് തലയും കൈയും ഇടാൻ പാടില്ല. മറ്റുള്ള വാഹനങ്ങൾ നമ്മുടെ ദേഹത്ത് തട്ടും, റോഡിലുള്ള സാധനങ്ങൾ നമ്മുടെ ദേഹത്ത് തട്ടും. അതുകൊണ്ട് വാഹനത്തിന് പുറത്തേക്ക് തലയോ കയ്യോ ഇടാൻ പാടില്ല. ഇനി ഓടുന്ന വണ്ടിയിൽ കളിക്കരുത്, ഡ്രൈവറെ ശല്യപ്പെടുത്തരുത്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഓടുന്ന വണ്ടിയിൽ കളിക്കരുത്. കളിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറും, അപകടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓടുന്ന വണ്ടിയിൽ കളിക്കരുത്, ഡ്രൈവറെ ശല്യപ്പെടുത്തരുത്. ഇത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. 4ാമത്തെ ചോദ്യം. എന്നെ അറിയുമോ? ആരാ ചോദിക്കുന്നേ? സൈക്കിൾ ചോദിക്കുക. എന്നെ അറിയുമോ? ഞാൻ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് സൈക്കിൾ പറയുവാണ്. അപ്പോൾ സൈക്കിൾ എങ്ങനെ പരിചയപ്പെടുത്തും? എങ്ങനെയാ പരിചയപ്പെടുത്തുക സൈക്കിൾ? ഞാൻ സൈക്കിൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാൻ. പുക പുറത്തു വിടാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ആളാണ് ഞാൻ എന്ന പ്രത്യേകതയുമുണ്ട്. നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്താൻ സൈക്കിൾ ചവിട്ടുന്നത് നല്ലതാണ്. അടുത്തുള്ള കടകളിലേക്കും സ്കൂളിലേക്കും പോകാൻ ഞാൻ കൂട്ടുണ്ട്. പെട്രോളോ ഡീസലോ ഒന്നും എനിക്ക് വേണ്ട. മലിനീകരണമില്ലാതെ സഹായിക്കുന്ന ഒരു കുഞ്ഞു വാഹനമാണ് ഞാൻ. ഇനി ഇതിനോടൊപ്പം എന്ത് എഴുതാം? എനിക്ക് 2 ചക്രങ്ങളാണ് ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്യാം? ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം. സൈക്കിൾ എങ്ങനെയാ പരിചയപ്പെടുത്തിയേ? ഞാൻ സൈക്കിൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാൻ. പുക പുറത്തു വിടാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ആളാണ് ഞാൻ എന്ന പ്രത്യേകതയുണ്ട്. നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്താൻ സൈക്കിൾ ചവിട്ടുന്നത് നല്ലതാണ്. അടുത്തുള്ള കടകളിലേക്കും സ്കൂളിലേക്കും പോകാൻ ഞാൻ കൂട്ടുണ്ട്. പെട്രോളോ ഡീസലോ ഒന്നും എനിക്ക് വേണ്ട. മലിനീകരണമില്ലാതെ സഹായിക്കുന്ന ഒരു കുഞ്ഞു വാഹനമാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഒരു വാഹനം സ്വയം എങ്ങനെ പരിചയപ്പെടുത്തുമെന്ന് എഴുതാൻ പറഞ്ഞാൽ അറിയാലോ. അടുത്ത് ഗ്രാമത്തിലെയും പട്ടണത്തിലെയും കാഴ്ചകൾ കണ്ടെത്തി തരംതിരിച്ചെഴുതൂ. ഗ്രാമത്തിലെ കാഴ്ചകൾ, പട്ടണത്തിലെ കാഴ്ചകൾ. പച്ചപ്പും പാടങ്ങളും ധാരാളമായി കാണാം. എവിടെയാ? ഗ്രാമത്തിൽ. എവിടെയും ആളുകളുടെ വലിയ തിരക്കായിരിക്കും. എവിടെയാ? പട്ടണം. വീടുകൾക്ക് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. ഗ്രാമത്തിൽ. വലിയ കടകളും ആളുകളും ഇവിടെയുണ്ട്. പട്ടണത്തിൽ. വാഹനങ്ങളുടെ ശബ്ദമില്ലാത്ത ശാന്തമായ സ്ഥലമാണ്. ഗ്രാമത്തിൽ. വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും കാണാം. പട്ടണത്തിൽ. ചെറിയ തോടുകളും കുളങ്ങളും ഇവിടെയുണ്ട്. ഗ്രാമത്തിൽ. റോഡുകളിൽ എപ്പോഴും വലിയ തിരക്കാണ്. പട്ടണത്തിൽ. അപ്പോൾ ഗ്രാമത്തിൽ എങ്ങനെയാ? പച്ചപ്പും പാടങ്ങളും ധാരാളമായി കാണാം. വീടുകൾക്ക് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. വാഹനങ്ങളുടെ ശബ്ദമില്ലാത്ത ശാന്തമായ സ്ഥലമാണ്. ചെറിയ തോടുകളും കുളങ്ങളും ഇവിടെയുണ്ട്. പട്ടണത്തിലെ കാഴ്ചകളോ? വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും കാണാം. റോഡുകളിൽ എപ്പോഴും വലിയ തിരക്കാണ്. എവിടെയും ആളുകളുടെ വലിയ തിരക്കായിരിക്കും. വലിയ കടകളും മാളുകളും ഇവിടെയുണ്ട്. അപ്പോൾ പട്ടണത്തിലെ കാഴ്ചകളും ഗ്രാമത്തിലെ കാഴ്ചകളും തരംതിരിച്ച് എഴുതാൻ മനസ്സിലായോ? യെസ്. 6ാമത്തെ ചോദ്യമാണേ.
പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ ഇവാൻ കണ്ട 5 കാര്യങ്ങൾ എഴുതുക. ഇവിടെ ഒരു ചിത്രം കണ്ടായിരുന്നോ? ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. ഒരു കുട്ടി കണ്ടോ? ഇവാൻ എന്ന് പറയുന്ന കുട്ടി നോക്കി നിൽക്കുക. ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. കൊക്ക് മീൻ തിന്നാൻ പോകുന്നുണ്ട്. പശു പുല്ല് മേയുന്നുണ്ട്. ദൂരെ വീടുകൾ കാണുന്നുണ്ട്. പക്ഷികൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ ഇവാൻ കണ്ട 5 കാര്യങ്ങൾ എഴുതുക. ഏതൊക്കെ കാര്യങ്ങൾ എഴുതാം? കർഷകൻ ട്രാക്ടർ ഓടിക്കുന്നു. കർഷകൻ ട്രാക്ടർ ഓടിക്കുന്നു. കൊക്കുകൾ മീൻ പിടിക്കുന്നു. കൊക്കുകൾ മീൻ പിടിക്കുന്നു. ആകാശത്ത് പക്ഷികൾ പറക്കുന്നു. ആകാശത്ത് പക്ഷികൾ പറക്കുന്നു. പശുവും കിടാവും പുല്ല് തിന്നുന്നു. പശുവും കിടാവും പുല്ല് തിന്നുന്നു. വെള്ളത്തിൽ മീനുകൾ നീന്തുന്നു. വെള്ളത്തിൽ മീനുകൾ നീന്തുന്നു. വരമ്പിൽ ഒരു ഞണ്ട് ഇഴയുന്നു. വരമ്പിൽ ഒരു ഞണ്ട് ഇഴയുന്നു. ചുറ്റും ഉയരമുള്ള തെങ്ങുകളുണ്ട്. പാടത്തിന് ചുറ്റും ഉയരമുള്ള തെങ്ങുകളുണ്ട്. ദൂരെ വീടുകൾ കാണുന്നു. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ കണ്ട 5 കാര്യം. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. നിങ്ങൾക്ക് 3ഓ 4ഓ സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും എഴുതേണ്ടി വരിക ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊരു ആശയം കിട്ടിയോ നിങ്ങൾക്ക്? എഴുതാൻ അറിയാലോ? യെസ്. 7ാമത്, വള്ളിച്ചെടികളും ചെടികളും കണ്ടെത്തി തരംതിരിച്ചെഴുതൂ. ഇതിൽ വള്ളിച്ചെടികളിൽ ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ചെടികളിൽ ഉണ്ടാകുന്ന കായ്കൾ ഏതൊക്കെയാണ്? മത്തൻ എന്തിലാ ഉണ്ടാവുന്നത്? വള്ളിച്ചെടിയിൽ. മുളക് ചെടിയിൽ. തക്കാളി ചെടിയിൽ. പടവലം വള്ളിച്ചെടിയിൽ. വെള്ളരി വള്ളിച്ചെടിയിൽ. വെണ്ട ചെടിയിൽ. വഴുതന ചെടിയിൽ. പാവൽ വള്ളിച്ചെടിയിൽ. അപ്പോൾ വള്ളിച്ചെടികൾ ഏതൊക്കെയാണ്? പാവൽ, പടവലം, മത്തൻ, വെള്ളരി. ഇതെല്ലാം എന്താ? വള്ളിച്ചെടികൾ. ചെടികൾ എന്തൊക്കെയാ? വെണ്ട, വഴുതന, മുളക്, തക്കാളി. ഇതെല്ലാം ചെടികൾ. അപ്പോൾ വള്ളിച്ചെടികളും ചെടികളും. ഓക്കെ. ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന പരിപാടിയുടെ നോട്ടീസ് തയ്യാറാക്കുക. ശുചിത്വ പരിശീലനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന പരിപാടിയുടെ നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? നോട്ടീസ് എന്ന് എഴുതണം. നോട്ടീസ് എന്ന് എഴുതുക. ഇവിടെ എന്ത് ചെയ്യാം? ഒരു സെന്റൻസ് ഉള്ളൂ. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം ടീച്ചർ കൊടുത്തു കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളും പരിസരവും വൃത്തിയായതും ആരോഗ്യകരമായി നിലനിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിനും പ്ലാസ്റ്റിക് വിമുക്തമായ നാട് കെട്ടിപ്പടുക്കുന്നതിനുമായി നമ്മുടെ സ്കൂൾ ശുചിത്വ ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചിത്വ വാരം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തെ മാലിന്യമുക്തമാക്കാനുള്ള ഈ സംരംഭത്തിൽ എല്ലാ വിദ്യാർത്ഥികളും, അധ്യാപകരും രക്ഷിതാക്കളും സജീവമായി പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും വലുതായിട്ട് എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. നമ്മുടെ സ്കൂളും പരിസരവും വൃത്തിയായും ആരോഗ്യകരമായി നിലനിർത്തുക എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ശുചിത്വ വാരം ആചരിക്കാൻ തീരുമാനിച്ചു. അതിനായിട്ടുള്ള സംരംഭത്തിൽ എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കുചേരണമെന്ന് അറിയിക്കുന്നു. ഇനി പരിപാടിയുടെ വിശദാംശങ്ങൾ എഴുതണം. തീയതി എന്നാണ്, സമയം എന്നാണ്, ഉദ്ഘാടനം ആരാണ്. പരിപാടിയുടെ വിശദാംശങ്ങൾ എഴുതാൻ മറക്കരുത്. തീയതി, സമയം, ഉദ്ഘാടനം ആരാണ്. ഇനി അന്ന് പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സ്കൂൾ പരിസര ശുചീകരണം, മാലിന്യങ്ങൾ തരംതിരിക്കൽ, ശുചിത്വ സന്ദേശ റാലി. എന്ത് ചെയ്യാം? നമുക്കൊരു വാക്യം കൂടി കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. വൃത്തിയുള്ള ഒരു നാളേക്കായി. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. വൃത്തിയുള്ള ഒരു നാളേക്കായി. സ്നേഹപൂർവ്വം ശുചിത്വ ക്ലബ്ബ്, സ്കൂളിന്റെ പേര്. ഓക്കെ. പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ എല്ലാവരും നല്ലതുപോലെ പോസ്റ്റർ തയ്യാറാക്കണേ. കടങ്കഥ എഴുതൂ. തീയില്ലാതെ പുകയില്ലാതെ രാത്രിയിൽ പറന്നു നടക്കും കൊച്ചുവിളക്ക്, മിന്നാമിനുങ്ങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോദിക്കാം, മിന്നാമിനുങ്ങെന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. മിന്നാമിനുങ്ങെന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ എങ്ങനെ എഴുതാം? തീയില്ലാതെ പുകയില്ലാതെ രാത്രിയിൽ പറന്നു നടക്കും കൊച്ചുവിളക്ക്. ആരാ? മിന്നാമിനുങ്ങ്. തീയില്ലാതെ പുകയില്ലാതെ രാത്രിയിൽ പറന്നു നടക്കും കൊച്ചുവിളക്ക്. ആരാ? മിന്നാമിനുങ്ങ്. ഇനി നക്ഷത്രം എന്ന് ഉത്തരം വരുന്ന കടങ്കഥ ഏതാ? നീലാകാശത്തിൽ വാരി വിതറിയ വെള്ളിപ്പൂക്കൾ എണ്ണാൻ നോക്കിയാൽ തീരില്ല. നീലാകാശത്തിൽ വാരി വിതറിയ വെള്ളിപ്പൂക്കൾ എണ്ണാൻ നോക്കിയാൽ തീരില്ല. ഉത്തരം നക്ഷത്രം. ഓക്കെ. അപ്പൊ മിന്നാമിനുങ്ങ്, നക്ഷത്രം എന്ന ഉത്തരം വരുന്ന കടങ്കഥകൾ തയ്യാറാക്കൂ. തീയില്ലാതെ പുകയില്ലാതെ രാത്രിയിൽ പറന്നു നടക്കും കൊച്ചുവിളക്ക്, മിന്നാമിനുങ്ങ്. നീലാകാശത്തിൽ വാരി വിതറിയ വെള്ളിപ്പൂക്കൾ എണ്ണാൻ നോക്കിയാൽ തീരില്ല, നക്ഷത്രം. ഓക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.